ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ 20% വോട്ട് കിട്ടാനുള്ള പരിശ്രമങ്ങളുണ്ടെങ്കിൽ പോലും അത്രയും ശതമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 സ്ഥലത്ത് അസംബ്ലി മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് വന്നതും 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നതും കഷ്ടിച്ച് 2 കൊല്ലം മുമ്പാണ് എന്ന് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ബി ജെ പി ഇത്തവണ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കേരളത്തിൽ 10 സീറ്റ് വരെയൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും വലിയൊരു അട്ടിമറി വിജയം ഇത്തവണ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കുമോ? അതിന് പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥ നിലവിലുണ്ടോ? ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ 20% വോട്ട് കിട്ടാനുള്ള പരിശ്രമങ്ങളുണ്ടെങ്കിൽ പോലും അത്രയും ശതമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. മറിച്ച് അവർ കുറച്ച് മണ്ഡലങ്ങൾ, ഏതാണ്ട് 35 മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ബാക്കിയുള്ളിടത്ത് പ്രവർത്തനം നടത്തുക, പക്ഷേ അതേസമയം വലിയൊരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി മെഷീനറി ചിലവാക്കില്ല, ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാകില്ല എന്നുള്ളൊരു നിലയിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ബി ജെ പിക്ക് ശക്തമായ ചില പോക്കറ്റുകളുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 സ്ഥലത്ത് അസംബ്ലി മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് വന്നതും 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നതും കഷ്ടിച്ച് 2 കൊല്ലം മുമ്പാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ബി ജെ പിക്ക് ആ നിലയ്ക്ക് തന്നെ 20 മണ്ഡലങ്ങളിൽ ശക്തമായ അടിത്തറയുണ്ട്. അതിനപ്പുറം മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ടാണ് 35 മണ്ഡലങ്ങളെന്ന് പൊതുവിൽ പറയുന്നത്. തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നേമവും കഴക്കൂട്ടവും പാലക്കാടും വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ ത്രികോണ മത്സരം ശക്തമായിട്ടുള്ള മറ്റ് ചില മണ്ഡലങ്ങളുണ്ട്. തൃശ്ശൂറുണ്ട്, പാലായുണ്ട്, അങ്ങനെ കുറച്ച് മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവുണ്ട്, തീർച്ചയായിട്ടും കാട്ടാക്കട മണ്ഡലമുണ്ട്, തിരുവനന്തപുരം സെൻട്രലുണ്ട്. അങ്ങനെ ഒത്തിരി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്നിടത്ത് 2-ാം സ്ഥാനത്ത് വരാനുള്ള ചില സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ 5 സീറ്റ് പരമാവധി 3 മുതൽ 5 സീറ്റ് വരെയാണ് ബി ജെ പിക്ക് ഇത്തവണ കിട്ടാൻ സാധ്യതയുള്ളത്. അതിൽ നേമവും പാലക്കാടും കഴക്കൂട്ടവുമാണ് ഏറ്റവും സാധ്യതയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ത്രികോണ മത്സരത്തിൻ്റെ ചാഞ്ചാട്ടം എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. തിരുവനന്തപുരം ജില്ലയിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ശക്തമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അതിൽ നേമവും കഴക്കൂട്ടവും കഴിഞ്ഞാൽ പിന്നെ സാധ്യത വട്ടിയൂർക്കാവും കാട്ടാക്കടയും തിരുവനന്തപുരം സെൻട്രലും ആറ്റിങ്ങലും ഒക്കെയാണ്. കൊല്ലത്തും അവർക്ക് ചാത്തന്നൂറുള്ള മണ്ഡലങ്ങളിലൊക്കെ 2-ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാലായിൽ 2-ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിലും പാലക്കാടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും പ്രസക്തി കണ്ടുകൊണ്ടായിരിക്കണം. തൃശ്ശൂർ ശക്തമായ ത്രികോണ മത്സരമാണ് ഉള്ളത്. അവിടെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ പത്മജയാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ സീറ്റ് പിടിക്കാൻ ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കും എന്നുള്ളൊരു സാധ്യതയുണ്ട്. സി പി ഐയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ട് ഉള്ളൊരു മത്സരമായി തൃശ്ശൂർ മാറിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പാലക്കാടും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. പക്ഷേ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടി ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ചതായി കാണാം. അപ്പോൾ അസംബ്ലിയിൽ ഇത്തവണ ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് 3 സീറ്റ് ഉറപ്പായിട്ട് വരും. 3 മുതൽ 5 വരെ പരമാവധി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ പശ്ചാത്തലത്തിൽ കാണാവുന്നത്. ഒരു 16% തൊട്ട് 20%-നിടയ്ക്ക് വോട്ട് ഷെയർ വന്നില്ലെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും. അതിനുള്ള പരിശ്രമം അവർ ശ്രമിക്കുന്നുണ്ടാകാം. എൻ ഡി എക്കാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പിക്ക് മാത്രമല്ല. 16%-ന് മുകളിൽ വോട്ട് വരണം. അതിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചില മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പോളിംഗ് ശതമാനം 15-ന് കഷ്ടിച്ച് 15% കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 16 ബേസാണ്. 16-ന് മുകളിൽ വന്നാലേ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു വിജയം നേടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സീറ്റുകളുടെ എണ്ണത്തിൽ തീർച്ചയായിട്ടും 3 സീറ്റുകൾക്കുള്ള സാധ്യത വളരെ ബ്രൈറ്റായിട്ടാണ് കാണുന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. ബൈപോളാറിസം തകരുകയും ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ കേരളത്തിൽ വരികയും അങ്ങനെ ട്രയാങ്കുലർ ഫൈറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബൈപോളാർ എന്നുള്ള പരമ്പരാഗതമായ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം വഴുതി പോകുന്നൊരു പശ്ചാത്തലം കൂടി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും വളർച്ചയിൽ കൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്.